Hi students, welcome to the lecture. Today we will be dealing with factor price determination in perfect and imperfect market. So without much delay, let's move on to the topic. Equilibrium. Equilibrium of a firm in factor market both in perfect competition as well as imperfect competition. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെയും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലെയും ഇക്വിലിബറിയമാണ് നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് നോക്കുന്നത്. ഇനി ഒരു ഓർഗനൈസേഷൻ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ ഹയർ ചെയ്യാൻ നേരം അത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി, അതേപോലെ തന്നെ മാർജിനൽ ഫാക്ടർ കോസ്റ്റ്. മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി അതായത് ആ ഫേമിന് ആ ഒരു പെർട്ടിക്കുലർ ലേബറിനെ ഹയർ ചെയ്യുന്നത് വഴി കിട്ടാൻ പോകുന്ന റവന്യൂ, അഡീഷണൽ റവന്യൂവും അതേപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫാക്ടറിനെ ഹയർ ചെയ്യുന്നത് വഴി അവർക്കുണ്ടായ കോസ്റ്റും, ആ രണ്ടെണ്ണം കമ്പയർ ചെയ്തിട്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ ഓരോ ഫാക്ടറിനെ ഹയർ ചെയ്യണോ അല്ലെങ്കിൽ ഫയർ ചെയ്യണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇനി when marginal revenue productivity is greater than marginal cost, then the factor is employed because it would generate more marginal revenue. ഇനി നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്തതിന് ശേഷം മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ് ആണ് എങ്കിൽ, അതായത് റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ചെലവിനേക്കാളും കൂടുതലാണ് എങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫാക്ടറിനെ ആ കമ്പനി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ എംപ്ലോയ് ചെയ്യും. ബിക്കോസ് ദാറ്റ് വിൽ ഈൽഡ് ദം മോർ റവന്യൂ, കുറേ റവന്യൂ അവർക്ക് അഡീഷണൽ ആയിട്ട് അതുവഴി ലഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ രണ്ട് ഫാക്ടേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. On the other hand, when this marginal revenue productivity is less than the marginal cost, then the organization would not employ the factor as it would increase the cost. അതായത് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ലെസ് ദാൻ മാർജിനൽ കോസ്റ്റ് ആണ് എങ്കിൽ വാട്ട് ഹാപ്പൻ ഈസ് ചെലവ് കൂടുതലും വരവ് കുറവുമാണ്. സോ എന്താ പറ്റുക, അവിടെ ആ ഒരു ഓർഗനൈസേഷൻ ആ പെർട്ടിക്കുലർ ഫാക്ടറിനെ എംപ്ലോയ് ചെയ്യത്തില്ല. Then, in case this marginal revenue productivity is equal to marginal cost, then the organization would attain equilibrium. അതായത് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനാണ് ഒപ്റ്റിമം കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും സംഭവിക്കുക, മാക്സിമം അല്ലെങ്കിൽ ഒപ്റ്റിമം രീതിയിൽ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ റിസോഴ്സസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു പെർട്ടിക്കുലർ കമ്പനി ഹയർ ചെയ്യില്ല. ഓക്കെ, ബിക്കോസ് അത് അവർക്ക് ലോസ് ഇൻകർ ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ however, in modern times, the organization determine the actual amount of factors that are required to achieve equilibrium. ഇപ്പോൾ മോഡേൺ ടൈംസിൽ എന്താണ്, ഓർഗനൈസേഷൻസ് അവർക്ക് തന്നെ ഒരു ഡിറ്റർമിനേഷനോടെ എന്തോരും ഫാക്ടേഴ്സിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവർക്ക് ആ ഇക്വിലിബറിയം അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നതെന്ന്. അങ്ങനെ ഒരു ഇക്വിലിബറിയം ഡിറ്റർമൈനിങ് ചെയ്യണമെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് നെസസറി ഫോർ എൻ ഓർഗനൈസേഷൻ ടു അനലൈസ് ദ ഫാക്ടർ മാർക്കറ്റ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ഫാക്ടർ മാർക്കറ്റ് അത് അനലൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇക്വിലിബറിയം പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ് ദ ഇക്വിലിബറിയം ഓഫ് എ ഫേം ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സ്ട്രക്ചറിലും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ സ്ട്രക്ചറിലും ഫാക്ടർ മാർക്കറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വിലിബറിയം കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഇക്വിലിബറിയം ഇൻ എ ഫേം ഇക്വിലിബറിയം ഇൻ ഫാക്ടർ മാർക്കറ്റ്, ദാറ്റ് ഇസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫാക്ടർ മാർക്കറ്റിൻ്റെ ഇക്വിലിബറിയമാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇൻ എ ഫാക്ടർ മാർക്കറ്റ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, an individual organization cannot affect the prices of the factors of production by increasing or decreasing its consumption. അതായത് ഒരു ഫാക്ടർ മാർക്കറ്റ്, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള ഒരു ഫാക്ടർ മാർക്കറ്റിൽ വാട്ട് ഹാപ്പൻ ഈസ് ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ഒരു പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസിനെ ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ എഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് ആ ഒരു ചെറിയ ചേഞ്ച് ആ ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ വരുത്തിയത് കൊണ്ട് തന്നെ ആ ഹോൾ മാർക്കറ്റിന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, സോ
This is because the quantity demanded by an organization of a particular factor is very small as compared to the market demand. പറഞ്ഞല്ലോ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹോമോജീനിയസ് പ്രൊഡക്ടിവിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ സകല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷന് വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ചേഞ്ച് ആ ഹോൾ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഡിമാൻഡിനെ ചേഞ്ച് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ വളരെ അധികം ഒരു മൈന്യൂട്ട് രീതിയിൽ ചേഞ്ച് വരുത്തുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലം ആ ടോട്ടൽ മാർക്കറ്റ് സ്ട്രക്ചറിന് ഉണ്ടാവുന്നില്ല. ഇൻ സച്ച് എ കേസ് ദ ഓർഗനൈസേഷൻ കനോട്ട് അഫക്ട് ദ പ്രൈസ് ഓഫ് ദറ്റ് ഫാക്ടർ. ദസ് ഇറ്റ് ഹാസ് ടു പർച്ചേസ് ദ ഫാക്ടർ അറ്റ് എ പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഹോൾ മാർക്കറ്റ് ഡിമാൻഡിന് ഈ ചെറിയ ഓർഗനൈസേഷൻ ഉണ്ടാക്കി ചേഞ്ച് കൊണ്ടൊന്നും സംഭവിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ഫാക്ടറിനെ ആ സമയത്ത് പ്രിവൈൽ ചെയ്തിരിക്കുന്ന മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമ്മൾ നേടേണ്ടത് അല്ലെങ്കിൽ വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈവൻ ഇഫ് ദ ഓർഗനൈസേഷൻ ഇൻക്രീസസ് ദ കൺസപ്ഷൻ ഓഫ് ദ ഫാക്ടർ, ദ പ്രൈസ് ഓഫ് ദ ഫാക്ടർ വുഡ് റിമെയിൻ ദ സെയിം. ഇനി ആ ഓർഗനൈസേഷൻ ആ പെർട്ടിക്കുലർ ഫാക്ടറിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അല്ലെങ്കിൽ കൺസപ്ഷൻ വളരെയധികം ഇൻക്രീസ് ചെയ്തു എങ്കിൽ പോലും പ്രൈസ് സെയിം ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ. For example, in perfect competition, organization need to pay wages to the employees according to the wage rates prevailing in the market. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഓരോ ഓർഗനൈസേഷനും അതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് ആ സമയത്ത് ആ മാർക്കറ്റിൽ അവർക്ക് കൊടുക്കുന്ന വേജ് എന്താണോ ആ വേജ് കൊടുക്കണം. സിമിലർലി ഇഫ് യു ലുക്ക് അപ്പോൺ ദ സപ്ലൈ സൈഡ്, നമ്മൾ ഇനി സപ്ലൈ സൈഡാണ് നോക്കുന്നത്. ഡിമാൻഡ് സൈഡിൽ നമ്മൾ നോക്കി. അപ്പം ഒരു സിംഗിൾ ഓർഗനൈസേഷൻ ചെറിയൊരു ചേഞ്ച് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാക്കുന്ന ചെറിയൊരു ചേഞ്ച് ഹോൾ മാർക്കറ്റിൻ്റെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മൾ സപ്ലൈ സൈഡ് നോക്കുകയാണ്. ഒരു സിംഗിൾ സപ്ലയർ ഡസ് നോട്ട് ഹാവ് എൻ ആംപിൾ എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ഓൾ കസ്റ്റമേഴ്സ് ഇൻ ദ മാർക്കറ്റ്. ഇനി ഒരു സിംഗിൾ സെല്ലറാണ് എന്ന് വിചാരിക്കുക. ആ സിംഗിൾ സെല്ലറിന് ആംപിൾ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ കുറേ എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് ഇല്ല. ആ സമയത്ത് ആ മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സിനെ എല്ലാം മീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ആ ഒരു സിംഗിൾ സപ്ലയറിൻ്റെ കയ്യിൽ കാണില്ല. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാരണം കൊണ്ട് തന്നെ മാർജിനൽ പ്രൊഡക്റ്റും അതേപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റും എന്തായിരിക്കും? സെയിം ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ദെൻ the curves of this marginal product as well as average product intersects. ആവറേജ് പ്രൊഡക്റ്റിൻ്റെയും അതേപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റിൻ്റെയും curves intersect ചെയ്യും. Thus, MP and AP would form a straight horizontal line. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കേസിലാണ് ഇത് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും അവരുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. Here we would again take the example of labor and wage to understand the equilibrium in the factor market under perfect competition. So നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇക്വിലിബ്രിയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ലേബറിൻ്റെയും വേജസിൻ്റെയും എക്സാമ്പിൾ ആയിരിക്കും. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദ സെഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കൈൻഡ്ലി കമൻറ്റ്. ഓക്കെ, സോ മൂവിങ് ഓൺ. ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇതിൽ എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേജ് റേറ്റ് ആണ് വൈ ആക്സിസിൽ നമ്മൾ കൊടുക്കുന്നത്. സോ ഈ ഒരു പോയിന്റിലായിരിക്കും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ ഡിസിക്വിലിബ്രിയം ആയിരിക്കും. ഇക്വിലിബ്രിയം ആണ്, പക്ഷേ അത് അതായത് മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും തമ്മിലുള്ള ഡിഫറൻസ് അവിടെയല്ല, ഇവിടെയാണ് കൂടുതലായിട്ട് വരിക. സോ ഇവിടെ ആയിരിക്കും നമ്മൾ ഇക്വിലിബ്രിയം ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ് വരുന്ന പോയിന്റിലായിരിക്കും നമ്മൾ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുക. സോ നമ്മൾ EQ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലായിരിക്കും ഇക്വിലിബ്രിയം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കുകയാണ് നെക്സ്റ്റ് സ്ലൈഡിൽ. ഓക്കെ, ഈ ഒരു ഫിഗറിൽ വി ഹാവ് അസ്യൂംഡ് ലേബർ ആസ് ദ വേരിയബിൾ ഫാക്ടർ. നമ്മൾ എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് ലേബേഴ്സ് ആണ് എടുത്തിരുന്നത്. സോ അതൊരു വേരിയബിൾ ഫാക്ടർ ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. വൈൽ കീപ്പിംഗ് അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്. മാർജിനൽ പ്രൊഡക്ടിവിറ്റിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. അതിൽ ഒരു ഫാക്ടറെ വേരിയബിൾ ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്തിട്ട് 3 ഫാക്ടേഴ്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻ ഈസ് ഇവിടെ ലേബറിനെ വേരിയബിൾ ഫാക്ടർ ആക്കി വെച്ചിട്ട് ബാക്കി 3 എണ്ണത്തിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കാണ്. ദെൻ ദ RS ലൈൻ ഷോസ് ദ മാർജിനൽ വേജ് റേറ്റ്. നമ്മൾ കണ്ടു ഒരു സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് മാർജിനൽ വേജ് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ദ ഫാക്ടർ മാർക്കറ്റ് ഓൾ ഓർഗനൈസേഷൻസ്
can hire any number of workers at the prevailing price OR. OR എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രിവെയിലിംഗ് പ്രൈസിൽ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലാണ് നമ്മൾ കിടക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ ഈ OR എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രിവൈലിംഗ് പ്രൈസിൽ തന്നെ വാട്ട് വി ക്യാൻ ഡു, എന്തോ ഒരു ലേബേഴ്സിനെ വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മാർജിനൽ വേജ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ മൂവിങ് ഓൺ. An organization cannot attain equilibrium at point P. പിയിൽ ഇക്വിലിബറിയം അറ്റൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് കുറച്ചും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്നാണ് നോക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ്, ഈ പോയിന്റിൽ ദ നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയിഡ് ഈസ് ഇൻക്രീസ്ഡ്. അതായത് ഈ ഒരു പോയിന്റ് പി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ നമ്പർ ഓഫ് വർക്കേഴ്സ്, വർക്ക് ചെയ്തിരിക്കുന്ന ലേബേഴ്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കേസിൽ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ വുഡ് ബി ഹയർ ദാൻ മാർജിനൽ വേജ് OR. ഈ ഒരു സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുന്നത്? മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറഞ്ഞിരിക്കുന്നത് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ വുഡ് ബി ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ മാർജിനൽ വേജ് റേറ്റ്. അതുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ഇക്വിലിബറിയം അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ഓൺ ദ അതർ ഹാൻഡ് അറ്റ് ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ഇക്വിലിബറിയം അറ്റൈൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വെൻ ദ ഓർഗനൈസേഷൻ എംപ്ലോയീസ് ഓയിൽ നമ്പർ ഓഫ് വർക്കേഴ്സ്, ദ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ്. ഇനി ഇവിടെ നോക്ക്, ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ എന്താണ്? മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആണ്. സോ ആ ഒരു പോയിന്റിലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്? ഇക്വിലിബറിയം അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. പി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഈസ് ഓഫ് ലേബർ ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഗ്രേറ്റർ ദാൻ മാർജിനൽ വേജ് റേറ്റ് ആണ് ഈ ഒരു പോയിന്റിൽ. ഈ ഒരു പോയിന്റിൽ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആണ്. സോ നമ്മൾ ഈ ഒരു പോയിന്റ് ആയിരിക്കും ഇക്വിലിബറിയം ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇക്വിലിബറിയം ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഓയിൽ നമ്പർ ഓഫ് വർക്കേഴ്സിനെ നമ്മളിവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മാർജിൻ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഉണ്ടാവുന്നത്. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ. Moving on. Therefore, an organization would attain its equilibrium at point Q. Apart from this, if the organization employs more than oil number of workers, അതായത് ആ നിശ്ചയിച്ചിട്ടുള്ള ഓയിൽ നമ്പർ ഓഫ് വർക്കേഴ്സിൽ നമ്മൾ എംപ്ലോയ് ചെയ്തപ്പോഴാണ് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയത്. ഇനി അതിനെ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻ? The marginal cost of the labor would exceed marginal revenue productivity. ആ ഒരു കേസിൽ ഓർഗനൈസേഷന് ലോസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇൻ സമ്മേഷൻ, അതായത് നമ്മളൊന്ന് സമ്മപ്പ് ചെയ്യാണ്. അപ്പോൾ 2 കണ്ടീഷൻസ് ഇക്വിലിബറിയം അറ്റൈൻ ചെയ്യാനായിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അത്യാവശ്യമാണ്. അത് ഏതൊക്കെയാണ്? മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഷുഡ് ബി ഈക്വൽ ടു മാർജിനൽ ഫാക്ടർ കോസ്റ്റ് ആൻഡ് ദ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി കർവ് ഇൻ്റർസെക്ട്സ് മാർജിനൽ കോസ്റ്റ് കർവ് ഫ്രം എബവ്. നമ്മൾ കുറച്ച് മുമ്പേ കാണിച്ച ആ ഫിഗറിനകത്ത് ഓൾറെഡി കാണുന്നുണ്ട്. മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി കർവ് മുകളിൽ കൂടി ഈ വേജ് റേറ്റിനെ അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് കർവിനെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതൊരു ഇക്വിലിബറിയം പോയിന്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ അടിയിൽ കൂടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ഇവിടെ മുകളിൽ കൂടിയാണ് ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? മാർജിനൽ റവന്യൂ ഷുഡ് ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആൻഡ് MRP ഷുഡ് കട്ട് MC ഫ്രം എബവ്. ഓക്കെ, ഈ ഒരു വെയിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. Then, however, in the figure 5, we cannot determine whether the organization would earn profit or loss. നമ്മൾ ഇതൊക്കെ പറഞ്ഞു. ഇനി ആ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഇൻകർ ചെയ്യുന്നത്? അത്രയും നമ്പർ ഓഫ് ലേബേഴ്സിനെ ചെയ്തു, MC ഈക്വൽ ടു MR ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ഇക്വിലിബറിയം അവിടെയാണെന്ന് കണ്ടുപിടിച്ചു, ഒപ്റ്റിമം അവിടെയാണെന്ന് കണ്ടുപിടിച്ചു. ആ ഒരു സമയത്ത് ഇവർ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. സോ അത് കണ്ടുപിടിക്കാനാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഫിഗർ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഫിഗർ. ബിഫോർ മൂവിങ് ഓൺ ടു ദ ഫിഗർ, ലെറ്റ്സ് മൂവ് ടു ഇറ്റ്സ് എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് അപ്പോൾ എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പറയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ്.
സോ മൂവിങ് ഓൺ, അതിനു മുൻപ് എക്സ് ആക്സിസിൽ ലേബർ എംപ്ലോയിഡ് ആണ് കാണിക്കുന്നത്, വൈ ആക്സിസിൽ വേജ് അല്ലെങ്കിൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ആണ് കാണിക്കുന്നത്. മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി കർവ് ഉണ്ട്, ഇവിടെ ആവറേജ് റവന്യൂ പ്രൊഡക്ടിവിറ്റി കർവ് ഉണ്ട്. ഇതെല്ലാം വേജ് റേറ്റിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. സോ ഈ ഒരു ഡയഗ്രാം ആയിരിക്കും നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി കുറച്ച് മുമ്പേ കാണിച്ച ഫിഗറിൽ MRP എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്റർസെക്ട്സ് ARP at point E when the wages of at level OW the equilibrium point is attained at E dash. On the other hand, when the wages are at OW double dash, equilibrium point is achieved at E double dash. At the point E dash, extra profit is E dash L dash, which is in short run only. അതായത് ഇതിനകത്ത് നോക്കിയാൽ അറിയാം, ഈ ഇ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ്, ഈ ഇ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലാണ് ഇക്വിലിബറിയം നമ്മൾ അറ്റൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അതായത് OW വേജും ഇത്രയും എമൗണ്ട് ഓഫ് ലേബേഴ്സിനെയും എംപ്ലോയ് ചെയ്യുന്നു. അതിൽ ഈ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഈ വേജ് റേറ്റിനെ മുകളിൽ കൂടി ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റിലാണ് ഫസ്റ്റ് നമ്മൾ ഇക്വിലിബറിയം അറ്റൈൻ ചെയ്യുന്നത്. അതിനുശേഷം വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് താഴ്ത്തി W ഡാഷ് ആക്കി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഇക്വിലിബറിയം ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു പോയിന്റിലോട്ടേക്ക് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ വേജ് കൂട്ടി W ഡബിൾ ഡാഷ് ആക്കി. ആ സമയത്ത് എവിടെയാണ് നമ്മുടെ ഇക്വിലിബറിയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഡബിൾ ഡാഷിലാണ് വരുന്നത്. ഇ ഡാഷ് എൽ ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഏരിയ, ഇ ഡാഷ് എൽ ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ ആ പെർട്ടിക്കുലർ ഫേമിന് പ്രോഫിറ്റാണ് ലഭിക്കുന്നത്. പക്ഷെ അതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഷോർട്ട് റണ്ണിൽ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക. ഈ ഇ ഡാഷ് തൊട്ട് ഈ എൽ ഡാഷ് വരെയുള്ള റീജിയൻസിൽ അവർക്ക് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. സൂപ്പർ നോർമൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് കിട്ടുന്നത്. അത് ഷോർട്ട് റണ്ണിൽ മാത്രമായിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്. ഇനി കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ആ ഫേം ഒരു ലോങ് റണ്ണിലോട്ടേക്ക് കയറുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ OW ഡാഷിൽ നിന്ന് OWയിലോട്ടേക്ക് വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്തു. സോ നമ്പർ ഓഫ് ലേബേഴ്സ് എംപ്ലോയ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ കുറയുവാണ് ചെയ്യുന്നത്. അതേപോലെ ഈ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റിയും ആവറേജ് റവന്യൂ പ്രൊഡക്ടിവിറ്റിയും ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണ് ഈ ഒരു പോയിന്റിൽ. അവിടെ ഇ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് നമ്മൾ ഇക്വിലിബറിയം ആയിട്ട് കൺസിഡർ ചെയ്തു. ആ ഇക്വിലിബറിയം പോയിന്റിൽ മാർക്കറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ എല്ലാം ഒപ്റ്റിമം ആയിട്ടാണ് ലഭിക്കുന്നത്. മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ ഒക്കെ ഈക്വൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി വാട്ട് ഹാപ്പൻസ് വിത്ത് OW ഡബിൾ ഇ ഡബിൾ ഡാഷ് ഈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ റവന്യൂ പ്രൊഡക്ടിവിറ്റിയാണ് വരുന്നത്. മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റിനേക്കാളും കൂടുതൽ വേജാണ് വരുന്നത്. സോ എന്താണ്, അവർക്ക് കൂടുതൽ ചിലവാണ് വരവിനേക്കാളും വരിക. സോ വാട്ട് ഹാപ്പൻ ഈസ് ആ ഒരു പോയിന്റിൽ ലോസ് ആയിരിക്കും ഇൻക്വയറി ചെയ്യുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ് ആക്സിസിൽ ലേബർ എംപ്ലോയിഡ് ആണ്, വൈ ആക്സിസിൽ വേജ് അല്ലെങ്കിൽ റവന്യൂ പ്രൊഡക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. ഇത് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി കർവ്, ഇത് ആവറേജ് റവന്യൂ പ്രൊഡക്ടിവിറ്റി കർവ്. ഈ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ആവറേജ് റവന്യൂ പ്രൊഡക്ടിവിറ്റി കർവും ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു ഈ പോയിന്റിൽ. ആ ഒരു പോയിന്റ് നമ്മൾ ഈ വെച്ച് ഡിനോട്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യം നമ്മുടെ വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് OW ഡാഷ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ സമയത്ത് വാട്ട് ഹാപ്പൻ ഈസ് ഇക്വിലിബറിയം പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ മാർജിനൽ വേജ് റേറ്റും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റിലാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും ഇക്വിലിബറിയം ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും ഇക്വിലിബറിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈ ഡാഷ് തൊട്ട് ഈ എൽ ഡാഷ് വരെയുള്ള പോയിന്റിൽ വാട്ട് ഹാപ്പൻ ഈസ് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അത് കോസ്റ്റിനേക്കാളും കൂടുതലാണ്. സോ വാട്ട് ഹാപ്പൻ ഈസ് അവിടെ ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് ആയിരിക്കും
ആർക്ക് ലഭിക്കുന്നത്? ആ ഒരു പെർട്ടിക്കുലർ ഫേമിന് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് ആ പെർട്ടിക്കുലർ ഫേം ആ ഷോർട്ട് റണ്ണിൽ നിന്ന് ലോങ് റണ്ണിലോട്ടേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ വേജ് OW' നിന്ന് W ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ലേബർ എംപ്ലോയിഡും കുറയാണ് ചെയ്യുന്നത്. വേജ് കൂടിക്കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ ഫേം അവിടുത്തെ എംപ്ലോയീസിനെ കട്ട് ചെയ്യും. ആൻഡ് വാട്ട് ഹാപ്പൻ ഈസ്, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് മാർജിനൽ കോസ്റ്റുമായിട്ട് ഈക്വൽ ആവുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പോയിന്റിൽ അവർ സാധാ നോർമൽ പ്രോഫിറ്റ്സ് ആഗ്രഹിച്ചായിരിക്കും ഓരോ ഫേമും ആ ഒരു പെർട്ടിക്കുലർ ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ നോർമൽ പ്രോഫിറ്റ്സ് സാധാരണ കിട്ടുമ്പോഴത്തേക്കും മറ്റ് ഫേംസ് എല്ലാം ഇതിനകത്തോട്ടേക്ക് കൂടുതലായിട്ട് വരികയാണ് ചെയ്തിരിക്കുന്നത്. സോ വീണ്ടും പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് വേജ് റേറ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്യും OW''. സോ വാട്ട് ഹാപ്പൻ ഈസ്, ആ ഒരു കേസിൽ വരുമ്പോൾ മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ലെസ് ദാൻ മാർജിനൽ കോസ്റ്റ് ആണ് വരുന്നത്. സോ വാട്ട് ഹാപ്പൻ ഈസ്, ആ ഒരു ഇക്വിലിബറിയം പോയിന്റിൽ അല്ലെങ്കിൽ ഈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇക്വിലിബറിയം പോയിന്റിൽ ആ ഒരു പെർട്ടിക്കുലർ ഫേം ലോസ് ആയിരിക്കും സഫർ ചെയ്യുന്നത്. അങ്ങനെ ലോസ് സഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് ആ പെർട്ടിക്കുലർ ലോങ് റണ്ണിൽ ഉണ്ടായിരുന്ന പല ഫേംസും അതിൽ നിന്ന് ലീവ് ചെയ്യാനായിട്ട് തുടങ്ങും, വിച്ച് വിൽ റിസൾട്ട്സ് ഇൻ ദ റിഡക്ഷൻ ഓഫ് ലേബർ ആസ് വെൽ ആസ് ദ വേജ് റേറ്റ്സ്. സോ വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് ഇസ് അഗെയിൻ ബോട്ട് ഡൗൺ ടു OW equilibrium at the point E. At this point, margin revenue productivity will be equal to average revenue productivity. Okay. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വിലിബറിയം ഇൻ ഫാക്ടർ മാർക്കറ്റ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനെയാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനെ ബേസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് നെക്സ്റ്റ് സെഷനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫുൾ ബോറടിക്കും. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. സോ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാം. ദെൻ എൻജോയ് ലേണിംഗ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു.